എല്ലാവർക്കും നമസ്കാരം ഗൈസ്. അതുൽ വ്ളോഗ്സ് ആയ ഞാൻ ഇപ്പോൾ ഏതാണ്ടൊരു എയർ ഭാഗത്തിലാണ് നിൽക്കുന്നത്. ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഇന്നലെ ഒലിവിയയിൽ പോയിട്ട് അവിടെ ഉണ്ടായ സംഭവങ്ങളും അവിടെ നടന്നതും ഞാൻ എന്തിനാണ് പോയതെന്നും എല്ലാം റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ അത് ഇട്ട് കുറേ കഴിഞ്ഞപ്പോൾ പൊങ്കാല വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് എല്ലാ കമൻറ്റിനും കൂടി ഇരുന്ന് റിപ്ലൈ തരാൻ പറ്റുന്നില്ല, അതിനുള്ള സമയമില്ല. ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകണം, പല്ലിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ കാണിക്കാനായിട്ട്. ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വീഡിയോ മാക്സിമം നിങ്ങൾ ഫുള്ള് കാണാൻ ശ്രമിക്കുക, കണ്ടിട്ട് അഭിപ്രായം പറയടേ. കുറേ എണ്ണമൊക്കെ വന്ന് പറയുന്നത് ഞാൻ വേറെ ഏതൊക്കെ കണ്ടന്റിൻ്റെ കാര്യമൊക്കെ ഒന്ന് ഇവിടെ എന്തൊക്കെയോ പറയുന്നത് എനിക്കൊന്നും പിടിയിട്ടല്ല. അപ്പോൾ കുറച്ച് മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒലിവിയയിൽ ഞാൻ ഇന്നലെ ഇങ്ങനെ കേസ് കൊടുത്തത് കൊണ്ട് പേടിച്ചിട്ടാണ് അവിടെ പോയത്, അത് ഒത്തുതീർപ്പാക്കാനാണ് ഞാൻ പോയതെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പോയത് കേസിൻ്റെ കാര്യമോ ഗോലാണ്ടിക്കോ ഒന്നും അല്ല. പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തലേ ദിവസം തന്നെ ഈ പറയുന്ന അവിടെ നിന്ന് പൈസയും ഫോണും കിട്ടാനുള്ള പെൺകുട്ടികളുമായിട്ട്, അതിൽ എൻ്റെ കോൺടാക്ട്സിലുള്ള ഒരു കുട്ടിയെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ച്, ആ കുട്ടി എൻ്റെ അടുത്ത് സംസാരിച്ച്, അവളുടെ സഹോദരനും എൻ്റെ അടുത്ത് സംസാരിച്ച്. ഞാനപ്പോൾ ആ പയ്യൻ്റെ അടുത്തായാലും ഈ പറയുന്ന കുട്ടിയുടെ അടുത്തായാലും ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ ഇത് യൂട്യൂബേഴ്സിന് കണ്ടൻറ്റാണ്. യൂട്യൂബേഴ്സ് ഡെയിലി വീഡിയോ ഇട്ടിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കുകയാണ്. എനിക്ക് അങ്ങനെ താല്പര്യമില്ല. ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ചെയ്യുക, അത് സോൾവ് ചെയ്തിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത് മൂവ് ഓൺ ആവുക. അതാണ് എനിക്ക് താല്പര്യമായിട്ടുള്ള കേസ്. അപ്പം ഞാൻ ഈ ഒലിവിയയിൽ ഇടപെടുകയും ആ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലാതെ ഡെയിലി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് ലൈവ് ഇട്ടിരുന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഞാൻ ആ പയ്യൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പെൺകുട്ടിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം തീർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് കിട്ടാനുള്ള ഫോണും പൈസയും കിട്ടണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത്, ആ പിള്ളേരുടെ അടുത്ത് സംസാരിച്ചായിരുന്നു, ആ പറഞ്ഞ പയ്യൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർക്ക് ഓക്കെയാണ്. ഞാൻ പറഞ്ഞിട്ട്, ബ്രോ ഞാൻ എങ്ങനെയായാലും ഈ പ്രശ്നം സോൾവ് ചെയ്യാനേ നോക്കത്തുള്ളൂ, അല്ലാതെ വേറെ ചിലരുണ്ട് നിങ്ങൾക്ക് നീതി നേടിത്തരാം ഇതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് നടന്ന് കേസ് വാദിക്കാനെന്നൊക്കെ പറഞ്ഞ് നടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം വലിയും. അത് വേറൊരു സത്യം. കുട്ടികൾക്കുള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടാനുള്ള ഫോണും പൈസയും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ അങ്ങോട്ട് കൂടുക്കെ എടുത്തുകൊണ്ട് പോയത്. വയ്യടേ, ഇപ്പോഴും വയ്യ, സീരിയസ്ലി വയ്യ. ഇന്നലെയും വയ്യ. ഞാൻ വേറെ കണ്ടന്റ് ഒന്നും ഇടാത്തത് കൊണ്ടാണ്, വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ പ്രശ്നം തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുകയും കെട്ടി എഴുന്നള്ളിക്കൊണ്ട് അങ്ങോട്ട് പോയത്. അവിടെ പോയി ഈ പറയുന്ന സിബിയുമായിട്ട് സംസാരിച്ചു. അച്ചുമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല, എന്നെ കാണാൻ വന്നില്ല. ഓക്കെ, വോട്ടവർ. അപ്പോൾ സിബിയായിട്ട് സംസാരിച്ചു. അങ്ങേരോട് സംസാരിച്ച് ഈ പറയുന്ന ഒരുപാട് നേരം, മണിക്കൂറോളം ഇരുന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എടുത്തിട്ടൊക്കെയാണ് ഈ കാര്യം നമ്മളൊരു ഒത്തുതീർപ്പിൽ കൊണ്ടെത്തിച്ചത്. അതായത് പൈസയും കാര്യങ്ങളും കൊടുക്കാം എന്ന് സിബി എന്നോട് പറഞ്ഞു. പകരം കുട്ടികൾ ഇത് കിട്ടിയതായിട്ടും ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇന്ന ഇതൊക്കെയാണ്, ഇത് കിട്ടാനുണ്ടായിരുന്നെല്ലാം കിട്ടി എന്നുള്ള രീതിയിൽ ഒരു വീഡിയോയും ചെയ്യണം. അതായത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ ജസ്റ്റ് ലൈവിൽ വരിക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻ്റർവ്യൂ സെറ്റപ്പ് പോലെ നമ്മളെ പുറത്തുനിന്ന് എടുക്കുമല്ലോ, ആ ഒരു സെറ്റപ്പിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ന്യായമായ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഫോണും പൈസയും കൊടുത്തതായിട്ട് അവർക്ക് എവിഡൻസ് ആയിട്ട് ആ സാധനം വേണമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ എങ്കിൽ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പിള്ളേരായിട്ട് വിളിക്കുക. എങ്കിൽ ഞാൻ വിളിച്ച് സംസാരിച്ച കുട്ടിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അവർക്ക് താല്പര്യമുണ്ട്. പക്ഷെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർക്കതൊന്നും താല്പര്യമില്ല. അവർ നിയമപരമായിട്ട് ലേബർ ഓഫീസ് വഴി അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് തലേ ദിവസമേ പറയാമായിരുന്നു, അല്ലേ? അതല്ല എൻ്റെ ന്യായം. അങ്ങനെ ഒരു തീരുമാനം, ഇവർക്ക് കേസ് പരമായിട്ടും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ അവർക്ക് തലേ ദിവസം എൻ്റെ അടുത്ത് പറയാമായിരുന്നു, ചേട്ടാ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ കോംപ്രമൈസ് ഒന്നും വേണ്ട, അത് കേസ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയാൽ മതി, അത് ലേബർ ഓഫീസ് വഴി കാര്യങ്ങൾ മുന്നോട്ട് പോയെന്ന് അവർക്ക് മാന്യമായിട്ട് പറയാണ്. ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുക എടുത്തുകൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ നമുക്ക് ഇഷ്ടം പോട്ട്, നമ്മൾ പോയി എൻ്റെ ആരോഗ്യം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഇന്നലെ ഒരു വക കഴിച്ചാൽ ചോദിക്കും, രാവിലെ മുതൽ ജ്യൂസ് ചായ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, പല്ലിൻ്റെ ഇഷ്യൂവാണ്. അത് വീട്ടിലിരുന്നെങ്കിൽ അത്രയും ഞാൻ ക്ഷീണിക്കത്തില്ലായിരുന്നു. ഇത് ഒന്നും കഴിക്കാണ്ട്, ആഹാരം കഴിക്കാണ്ട് പോയി, എനിക്കാണ് ഒട്ടും വയ്യ. ഇന്നലെ അവിടെ പോയി വീഡിയോ ചെയ്തപ്പോൾ ഒട്ടും വയ്യ, ഓക്കെ അല്ല എങ്കിലും ചെയ്ത് നമുക്ക് പോയ കാര്യങ്ങളൊക്കെ റെഡിയാക്കണമല്ലോ. അങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ വരണ വഴിക്കും ഞാൻ ആ സമയത്തൊക്കെ പിള്ളേരൊക്കെ എൻ്റെ ആ കുട്ടീനെ വിളിച്ചായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് താല്പര്യമുണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്ത് അവർക്ക് ഫോണും പൈസയും കിട്ടാം. പക്ഷേ എല്ലാവരുടെ തീരുമാനം അതല്ല. ആരെങ്കിലുമൊക്കെ പറയുന്ന തീരുമാനവും കേട്ട് നിങ്ങളൊരു തീരുമാനം എടുത്തു, ഓക്കെ വോട്ടവർ. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ തലേ ദിവസം കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വേറെ യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊന്നും പറയണ്ട, കാരണം ഓരോരുത്തരുടെ സ്വഭാവം എനിക്ക് അറിയാം, എനിക്ക് നന്നായിട്ട് പലരെ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വേറെ യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊന്നും പറയണ്ട, ഞാൻ ഈ പ്രശ്നം
പരിഹരിച്ച് തരും. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയിട്ട് ഈ പറയുന്ന പോലെ കുട്ടികളെയൊക്കെ ആ പറയുന്ന പെണ്ണിനെ വിളിച്ചപ്പോഴും അവൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സംസാരിച്ച സമയത്തും അത് അങ്ങേര് എപ്പോഴും പറയുന്നതാണ്, എപ്പോഴും പറയുന്നത് തരാം എന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങേര് തരാം എന്ന് പറയുമ്പോൾ ഇവരാരും വരാത്തതെന്താ? ഞാൻ ഇന്നലെ അവിടെ മണിക്കൂറോളം ഇരുന്നിട്ട് ഞാൻ പറയാം 7 കിലോമീറ്ററിനപ്പുറത്ത് 2 പിള്ളേരുണ്ട്, അവരുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലെന്ന് ആദ്യം ഒന്ന് നോക്കാൻ പറ. നിങ്ങൾക്ക് കിട്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് തരാമെന്ന് അങ്ങേര് ഉറപ്പ് വാക്കം തന്ന് തെളിവ് സഹിതം വേണമെങ്കിൽ വീഡിയോ എവിഡൻസ് വരെ എനിക്ക് തരാമെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ച് എല്ലാവർക്കും ഉള്ളത് തരും, അവർക്കും കേടില്ല നമുക്കും കേടില്ല ആർക്കും കേടില്ലാത്ത രീതിയിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ഞാൻ പോയത്. ഇതിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, അവരുടെ സ്ഥാപനം ഇനി അവർ ബിസിനസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പൂട്ടി കെട്ടണം എന്നുള്ള രീതി എന്ന മൈൻഡ് സെറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല അതെന്താണെന്ന്. കാരണം എനിക്ക് ഒട്ടുമായിട്ട് എനിക്ക് നല്ല ദേഷ്യമുണ്ട് കേട്ടോ ഈ കേസിൽ. ഒരുപാട് പേര് വന്നിട്ട് കമന്റ് അടിക്കുന്നു ഞാൻ പൈസ മേടിച്ചെന്ന്. മനസ്സിലായോ? ഞാൻ എവിടെ നിന്ന് പൈസ മേടിച്ചെന്ന്? ഒരു ജ്യൂസ് കുടിച്ച് ഇല്ലെന്ന് പറയാൻ ഞാൻ കുടിച്ചു. എനിക്ക് വയ്യാത്തോണ്ട് ജ്യൂസ് തന്ന് ഞാൻ കുടിച്ചു. പിന്നെ ഒരു വീട്ടിൽ കയറി പോകുമ്പോൾ മാന്യതാണ്, അവരുടെ വെള്ളം തന്നാൽ കുടിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ പറയുന്ന പോലെ എനിക്ക് സത്യം പറയാടെ എനിക്ക് നല്ല കലിപ്പാണ് പറഞ്ഞാടെ ഇങ്ങനത്തെ. ഞാൻ പൈസ വാങ്ങിച്ച് സിബിഎണ്ണം ഡീൽ ചെയ്ത് തരാളെ കിട്ടി, അവന് കിട്ടാളെ കിട്ടി. പിന്നെ ആദ്യം മുതൽ ഞാൻ എന്തിനു ഇത്ര കുറെ കിടന്ന് വിളിച്ചത് പൈസക്കാണ്? എനിക്ക് ആദ്യം എനിക്ക് പൈസ വാങ്ങിച്ച് തരില്ലായിക്കൂടെ? ഉച്ചോടെ എനിക്ക് തോന്നുന്നത് വന്നാണ് ചുമ്മാ. ഇതിന്റെ സത്യം പറഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ നമ്മൾ പ്രവർത്തിക്കണമെന്നും ആർക്കും അറിയത്തില്ല. കാണുന്ന ഓഡിയൻസ് നമ്മൾ ചെയ്ത വീഡിയോ എന്നിട്ട് നമ്മളത് ക്ലിയർ ആയിട്ട് ആ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്തിട്ട് അത് സോൾവ് ചെയ്ത് കാണിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ കുട്ടികൾക്ക് ഫോണും പൈസയും കിട്ടുന്ന അടക്കം സോൾവ് ചെയ്ത് വീഡിയോ ചെയ്ത് പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യേ, ആരും സമ്മതിക്കണില്ല. ഇനി 14-ാം തീയതി എങ്ങാണ്ട് ഈ പറയുന്ന കുട്ടികൾക്ക് ലേബർ ഓഫീസിൽ വെച്ചിട്ട് ഫോണും പൈസയും കിട്ടും എന്നാണ് പിള്ളേർ പറയുന്നത്. കാണാം 14-ാം തീയതി കിട്ടിയതിനു ശേഷം പറയാം അല്ലേ? എനിക്കും അറിയത്തില്ല. കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം, നല്ല കാര്യം. ഞാൻ ഇടപെടാതെ തന്നെ നല്ല കാര്യം. പിന്നെ വേറെ ചിലർക്കുണ്ടേ ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞാലേ ക്രെഡിറ്റ് നമുക്ക് വന്നാലോ എന്നുള്ള മൈൻഡ് സെറ്റ് അതുകൊണ്ട് ഞാൻ ഈ പ്രശ്നം ആദ്യം ഇടപെട്ടിട്ട് ഈ പിള്ളേരുടെ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ക്രെഡിറ്റും വേണ്ട, ഞാൻ വേണമെങ്കിൽ ഫോൺ വഴി സംസാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യാം, ക്രെഡിറ്റിന് വേണ്ടിയിട്ട് വേറെ ആ താല്പര്യമുള്ള അവരെയും കൊണ്ട് പൊക്കോ എന്ന് ഞാൻ പറഞ്ഞതാണ്. ആ കുട്ടികളില്ലെന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞ കൊച്ചില്ലെന്ന് പറയട്ടെ. അല്ലെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് വ്യക്തമായിട്ട് പല കാര്യങ്ങളും ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രശ്നം ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. നിയമപരമായി പോയാൽ ഇവിടെ നിന്ന് കേസ്, അവിടെ നിന്ന് കേസ്, ഇങ്ങോട്ട് കേസ്. നിങ്ങൾക്ക് എന്നും അങ്ങും ഇങ്ങോട്ട് ഓടി നടക്കാൻ പറ്റുമോ? ഇടുക്കിയിൽ നിന്നും പാലക്കാടിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളാണ്. ഇവർക്ക് എന്നും ഓടി നടക്കാൻ പറ്റുമോ? ഇതൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോഴാണ് ചേട്ടായി അത് നമുക്ക് ഇത് തന്നെ തീർക്കണമെന്നാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാണ്ടേ ഞാൻ സത്യം വന്ന് കെട്ടിയെടുത്തോണ്ട് പോയത്. എനിക്ക് നല്ല വിഷമമുണ്ട്. പോയതും പോരാ, സോൾവ് ചെയ്യാൻ നോക്കി നടന്നതുമില്ല. നാട്ടുകാരായിരിക്കുന്ന ചീത്ത വിളിയും ഞാൻ കേൾക്കണം. പൈസ വാങ്ങിച്ച് എന്തുവാടാ അതൊക്കെ ഭയങ്കര മോശമല്ലേടേ. നിങ്ങൾ ഞാൻ ചെയ്ത കാര്യമാണ് പറയുന്നതെങ്കിൽ അതിലൊരു ക്വാളിറ്റി ഉണ്ടോ? മനസ്സിലായ? ഇത് ചുമ്മാ വന്നിരുന്നിട്ട് അവൻ പൈസ വാങ്ങിച്ച് അവന് കിട്ടാനുള്ള കിട്ടി, അവൻ പേടിച്ച് കേസിനെ പേടിച്ച്. എന്തുവാടേ ഇത്? എങ്കിൽ ഇത്ര ഞാൻ ആദ്യമേ ഈ പറയുന്ന വ്യക്തികൾ എനിക്കെതിരെ കേസ് കൊടുക്കും കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞല്ലോ. അന്ന് എനിക്ക് പൈസ വാങ്ങിച്ചെങ്കിൽ എനിക്ക് ഓടിക്കൂടെ എൻ്റെ വഴിക്ക്? അതൊന്നും മനസ്സിലാക്കി, ഇത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ പറയാം, എനിക്ക് സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയാം. ആ വീട്ടിൽ കയറിപ്പോയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മകനെ കണ്ടപ്പോൾ. ഞാൻ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, അത് ഓപ്പണായിട്ട് പറയാം. അത് പറയാൻ തെറ്റുണ്ടാ? സത്യം ഞാൻ ഉള്ള കാര്യം, അവരുടെ മകനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. വേറൊന്നും കൊണ്ടല്ല, മാക്സിമം അവരെ വലിച്ചു കീറേണ്ട സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിച്ചു കീറിയടേ. ഇനി അവർ ജീവിക്കാൻ സമ്മതിക്കടേ. ഇനി അവരെന്നും വന്നിരുന്നു കുറ്റം പറയണം. കുറ്റം പറയുന്നവരെ നോക്കിയിട്ട് നിങ്ങൾ കൈ അടിക്കാനാണെങ്കിൽ എനിക്ക് അതിൽ താല്പര്യമില്ല. ആ ഗണത്തിൽ എന്നെ പെടുത്തരുത്. എന്നും ഒരാളെ വന്നിരുന്ന് വലിച്ചു കീറി നാറാണത്താക്കിയിട്ട് തൊലച്ച് കുളം തോണ്ടി കുടുംബവും കുളം തോണ്ടിയിട്ട് പോകാൻ എന്നെ കിട്ടത്തില്ല. ഇതിന്റെ പേരിൽ ഞാൻ സിമിയുടെ ആളെന്ന് അച്ചുവിന്റെ ആളെന്ന് അവരൊന്ന് പൈസ വാങ്ങിയെന്ന നക്കിയെന്ന് എന്താ തേങ്ങയെന്ന് വെച്ചാൽ പറയാം. എനിക്കൊന്നും പറയാനില്ല. കുറെ കണ്ടിരിക്കണ അതിന് വേണ്ടേ കമന്റ് ഒക്കെ ഇടുന്നതിൽ ഒരു കുഴപ്പമില്ല. കമന്റ് ഇട്. അത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് വേണം ഒരു കമന്റ് ഇടാൻ. ഇതിപ്പോ ഞാൻ എന്തോ വലിയ ചെയ്ത പോലെയാണ് പരിപാടി പറയുന്നത്. അവര് എല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യം ചോദിക്കട്ടെ, ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കി, ഇതുപോലെ എന്തോ എനിക്ക് കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട്
ഞാൻ വന്ന് വലിയ വിഷയം ഉണ്ടാക്കി കേസും കൊടുത്ത് നിങ്ങളങ്ങ് പെടുത്താൻ വേണ്ടി നോക്കണം. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നും? എൻ്റെ അടുത്ത് ദേഷ്യവും വൈരാഗ്യമല്ലോ തോന്നും. പകരം ഞാനത് സോൾവ് ചെയ്തിട്ട് ആർക്കും പ്രശ്നമില്ലാതെ ആ കേസ് ക്ലോസ് ചെയ്യാൻ ചെയ്താൽ എന്ത് ചെയ്യും? നിങ്ങൾക്കും അത് വലിയ പ്രശ്നമില്ല. അങ്ങനെ അങ്ങ് തീരണമെങ്കിൽ തീരട്ടെ എന്നോ നിങ്ങൾ എനിക്ക് തരാനുള്ള പൈസ തരും. പകരം ഞാൻ നിങ്ങളടുത്ത് വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി നിങ്ങളെ കേസിനും പിന്നാലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതേ വാശിയിൽ എൻ്റെ അടുത്ത് തിരിച്ചു പെരുമാറത്തില്ലേ? അതിനവിടെ സംഭവിച്ചോ അല്ലേ? കിട്ടേണ്ട ഓടുന്ന പിള്ളേർ പെടും. നോക്കിയോ, നിങ്ങൾ പിള്ളേരെ എഴുതി വെച്ചോ, നിങ്ങൾ വെള്ളം കുടിക്കും. അത് വേറൊന്നും കൊണ്ട് പറയുന്നില്ല. നിങ്ങളടുത്തുള്ള ദേഷ്യം എനിക്കൊന്നും അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ഈ പലരുടെയും വാക്ക് കേട്ട് ഇതിന്റെ പുറകെ കിടന്ന് ഓടി നിങ്ങൾ വെള്ളം കുടിക്കും. ഉള്ള കാര്യം പറയുക. ഞാൻ സത്യയോടെ ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അത് പിള്ളേർക്ക് കിട്ടാളെ കിട്ടട്ടെ. അതാണ് ഞാൻ എൻ്റെ അടുത്ത് പലരും എന്ന് പറയുന്നല്ലോ. പിന്നെ അവിടെ നിന്ന് മോശം അനുഭവം ഉണ്ടായ കുട്ടികളെന്ന് പറയുന്നുണ്ട്. അവർക്ക് ഈ പറയുന്ന പോലെ മുന്നോട്ട് വരാൻ അങ്ങനെ താല്പര്യമില്ല. അവരെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിള്ളേർക്ക് കിട്ടാനുള്ള കിട്ടട്ടെ, അവർക്കും അതാണ് താല്പര്യം. എല്ലാവരും എൻ്റെ അടുത്ത് ഒന്നടങ്കം പറഞ്ഞിട്ടാണ് ഞാൻ കെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് പോയത്. ഇത് സോൾവ് ചെയ്യേ കെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് പോയപ്പോൾ പറയണത് ഞാൻ ഇപ്പോൾ പൈസ വാങ്ങിച്ചെത്തുന്നു. കുറെ ദിവസം കൊണ്ടൊന്നും ചൊറിയാണ് എനിക്ക് വയ്യ വല്ലവനും എടുക്കുന്നു വീണ്ടും. സത്യോടെ എടാ അവരെ ദ്രോഹിക്കണതിനൊരു കൈ കണക്കും വേണ്ടടേ, മനുഷ്യത്വം വേണ്ടടേ. കുറെ ആയില്ലേ ഇത് കണ്ടന്റ് ഇതൊന്നും പറഞ്ഞും കൊണ്ട് കിടന്ന് ഉണ്ടാക്കുന്നു. കിട്ടേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക. നിങ്ങൾ ഈ പിള്ളേർ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഫോണും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കിടന്ന് ഓടിയത്? ഇപ്പൊ അത് വേണ്ടേ? നിയമപരമായിട്ട് നേരിട്ടാൽ മതി. നേരിട്ട് കിട്ടിയാ ഓക്കെ, കിട്ടി. ഈ പറയുന്ന 14-ാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്നൊക്കെയാണ് നിങ്ങൾക്ക് പേപ്പർ വന്നതെന്ന് പറയുന്നത്. കിട്ടിയെന്ന് പറയാം. എനിക്കറിയത്തില്ല. കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനി അവരെന്ത് ചെയ്യാനാണ്? ആ കുടുംബത്തിനെ വലിച്ചേറി തുലയ്ക്കണോ? എനക്കൊക്കെ അവരെല്ലാം കൂടി നാറാണത്താകെ ആത്മഹത്യ വല്ലതും ചെയ്യണോ? അവർക്ക് ജീവിക്കണ്ടേ? ഇനി പറ്റിയ തെറ്റുകളെ എന്തൊക്കെ തേങ്ങയുണ്ടെങ്കിൽ തിരുത്തിയിട്ട് മുന്നോട്ട് വരാനാണ് നോക്കണം. തെറ്റ് പറ്റാത്ത ആരാളാ ലോകത്തുള്ള? കമന്റ് ചെയ്യണം. നാറുകളെടുത്താണ് എനിക്ക് പറയാനുള്ളത്. മാന്യമായി കമന്റ് ചെയ്യണവർ ഇപ്പോഴും ഞാൻ കുറ്റം പറയില്ല. മാന്യമായി വന്നിട്ട് ഇപ്പോഴും നീ അങ്ങനെ വിമർശിക്കുന്നവരുണ്ടോ? മാന്യമായിട്ട് ഇപ്പൊ നീ എന്തു പറയും? നീ അങ്ങനെ ചെയ്തല്ല, ഇങ്ങനെ ചെയ്ത, നീ അന്ന് അങ്ങനെ പറഞ്ഞല്ലേ, ഇങ്ങനെ പറഞ്ഞു മാന്യമായിട്ടാ. പക്ഷെ എന്റെ തന്തയ്ക്ക് വിളിക്കണ ഞാനിങ്ങോട്ടെങ്കിൽ മോനെ ഞാൻ കയറി വിളയാടിയിട്ട് പോവും. ചുമ്മാ വീട്ടിലുള്ളവരെ വിളിക്കുന്നത് വല്ലതുകൊണ്ടേ മാന്യമായിട്ട് പറ, കേൾക്കാം. മാന്യത കെട്ട് സംസാരിച്ചാൽ അതിന്റെ അപ്പുറം ഞാൻ സംസാരിക്കും. എന്നെ കൊണ്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തവനൊന്നും അല്ല. വേണ്ട. പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നോക്കുന്നത്, എല്ലാ പ്രശ്നവും. ഇതൊരുമാതിരി മനുഷ്യനെ അടിയാക്കണ പരിപാടി. ഇവ ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങൾ എന്തെങ്കിലും ലൈവല്ലല്ല പറയുമ്പോ സീരിയസ്ലി ഞാൻ സത്യം ഇന്നലെ തീരും എല്ലാ സംഭവം. ഞാൻ വളരെ ഹാപ്പിയായിരുന്നു സത്യം. ആ പിള്ളേരും എല്ലാം തീരും, ഇന്നത്തെ സെറ്റ് ആവും. ഒരു ദിവസം കൂടെ വരേണ്ടി വരും ബാക്കി പിള്ളേർ കൊടുക്കാൻ വേണ്ടി. അത് ഞാൻ പറഞ്ഞ് നിർബന്ധമാണെങ്കിൽ ഞാൻ വരാം, ഇല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനായി എനിക്ക് വയ്യാത്തതുകൊണ്ട് അത് കുറച്ച് പണിയാണ് പല്ലിന്. എനിക്ക് കുറച്ച് ആക്സിഡൻറ്റിലുണ്ടായ ഒരു വിഷയം. അപ്പോൾ അതിൻ്റെ ഇഷ്യൂമായിട്ട് റിലേറ്റ് ആയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും ഇത് ക്ലിയർ ചെയ്ത് പോകണമെന്ന് വിചാരിക്കുമ്പോൾ ഇത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വാശിയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെക്കാളും വാശി അവർക്കും ഉണ്ട്. വാശി എല്ലാ മനുഷ്യനും ഉണ്ട്. എനിക്കും നല്ല വാശിയുണ്ട്. വാശി കാണിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചുകൊണ്ടിരിക്കുക. അതെ, അത്രേ ഉള്ളൂ. ഇന്നും ഇതുവരെ ഒരു സാധനം കഴിച്ചിട്ടില്ല. രാവിലെ മുതലേ ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത്. പല്ലിന് വിഷയമാണ്. അങ്ങനെ ഇന്നലെ ഒട്ടും വയ്യാതെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. പോകണ വഴിക്ക് ചോദിച്ചാൽ മതി. ഇന്നലെ പോവണ്ടായിരുന്നല്ലേ? ഇത് സത്യം. എന്റെ നേരത്തെ പറഞ്ഞു നമുക്കിങ്ങനെ വേണ്ട, നമുക്കിങ്ങനെ കോംപ്രമൈസ് വേണ്ട. ഈ പറയുന്നത് സന്തോഷമുള്ളൂ, നിങ്ങളുടെ ഇഷ്ടം. കോംപ്രമൈസ് വേണ്ട, നമുക്ക് ലീഗലായിട്ട് പോയാൽ മതി എന്ന് എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, ഞാൻ പിന്നെ അതിന്റെ പിന്നാലെ പോകത്തില്ല. ഇതിപ്പോ ഓക്കെ, എല്ലാം ഓക്കെ, നമ്മൾ വരാം, രണ്ടുപേര് വരാം, നമ്മൾ 7 കിലോമീറ്ററിന്റെ അടുത്തേ ഉള്ളൂ, ബാക്കിയുള്ളവരായിട്ടൊക്കെ സംസാരിച്ച് ബാക്കിയുള്ളവർക്ക് പിന്നെ ഒരു ദിവസം സെറ്റിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എല്ലാം വെച്ചിട്ട് ഞാൻ അവിടെ പോയി ഞാൻ വെറും ഉണ്ടാക്കാനായി പോയി. ലാസ്റ്റ് നമ്മളോട് ചോദിച്ച ചോദ്യമുണ്ട്, എല്ലാരെയും നമ്പിയിട്ട് ഇപ്പൊ ആരും ഇല്ലേ അതിലേ അല്ലേ? അതെന്നെ ഞാൻ എനിക്ക് ഉത്തരവില്ല. ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ അത് ഞാൻ ചിരിച്ചോണ്ട് വേറെന്ത് പറയാ, എന്തോ പറയാ, നാണം കെട്ടാണ് അവിടെ ഇറങ്ങിയെന്ന് അഴിയെന്ന് ആ ചോദ്യത്തിൽ. എന്നിട്ട് ഞാൻ അച്ഛനെ കണ്ടിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. അവർക്ക് എന്നെ കാണാൻ താല്പര്യമില്ല. ഇല്ല, അവിടെ ശശി, മൊത്തത്തിൽ ശശി, ആകെ മൊത്തം ശശി. കുഴപ്പമില്ല, എനിക്ക് വേറെ വിഷയമൊന്നുമില്ല. പിന്നെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ മാന്യമായിട്ട് കുറേ പേർക്ക് ഇതിൽ കുറേ ഡൗട്ട്സ് കാണും. ഞാൻ എന്തുകൊണ്ട് പൈസ വാങ്ങി അങ്ങനെ എനിക്ക് പൈസ വാങ്ങേണ്ട കാര്യമൊന്നും ഇല്ല. ഞാനൊരു ലക്ഷറി ലൈഫ് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല.
എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിമുട്ടി. പിന്നെ ഫുഡ് കഴിയും, ഫുഡ് അത്യാവശ്യം വെറൈറ്റി ടൈപ്പ് ഫുഡുകളൊക്കെ കാണുന്ന വാങ്ങിച്ച് കഴിച്ചും തട്ടിമുട്ടിയൊക്കെ പോകണം. അല്ല ലക്ഷറി ലൈഫ്, എനിക്ക് ഈ മറ്റേ ഒരുപാട് കാറുകളൊക്കെ എടുത്ത് നടക്കണം അങ്ങനത്തെ ടൈപ്പ് ചിന്തയൊന്നും ഇല്ല. അങ്ങനെയുള്ളവർക്കേ കോടികൾ ആവശ്യമുള്ളൂ. നമുക്ക് തട്ടിമുട്ടിയും പോയാൽ മതി, ആ ഒരു മൈൻഡ് സെറ്റാ. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണം അല്ലേടേ. അതുകൊണ്ട് നമുക്ക് ആരെയും അടുത്തുനിന്ന് 5 പൈസ വാങ്ങിച്ച് കള്ളത്തനം പറയേണ്ട കാര്യമില്ല. ഞാനൊരു കാര്യം സീരിയസിൽ പറയാം. എനിക്കുണ്ടായ ഒരു ആക്സിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടത്തില്ല. ആ ആക്സിഡന്റിൽ നിന്ന് 4 വർഷം മുന്നേ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടപ്പോഴും മിക്കവരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്ത നല്ല പ്രവൃത്തിയായിരിക്കാം, നീ ചെയ്ത പുണ്യമായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ അമ്മ ചെയ്ത എന്തെങ്കിലും നല്ല പ്രവൃത്തിയായിരിക്കാം, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കാൻ പോവാതെ മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പോയിട്ട് ഒരാളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങിയെന്ന് പറയുന്നത് തെറ്റാണ്. ന്യായത്തിൻ്റെ ഭാഗത്തേ നിൽക്കത്തുള്ളൂ. ഇതിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അന്യായമാണ്. ഒരിക്കലും ന്യായം എന്ന് പറയില്ല. ആ പറയുന്ന സിബി അച്ചുവും അവർ ചെയ്തു കൊടുക്കാമെന്ന് എല്ലാം പറഞ്ഞു. ഇനി അവർ എന്തേടെ ചെയ്യേണ്ടത്? ഈ പറയുന്ന പോലെ വാശിപ്പുറത്താണെങ്കിൽ ആരുടെ ചെയ്യും? ഞാൻ ചെയ്യും? ഇല്ല. വാശിപ്പുറത്താണെങ്കിൽ ഞാൻ ചെയ്യില്ല. കോംപ്രമൈസ് ആയിട്ടാണ് ഞാനും ചെയ്യേണ്ട കാര്യങ്ങൾ. അത് കോംപ്രമൈസ് അടിക്കാൻ വേണ്ടി എന്തോ അങ്ങേരെ സംസാരിച്ച് മടുത്തല്ലേ മടുത്തു. സത്യം. അതെ, നീ ആലോചിച്ചിട്ടുണ്ടോ? എടാ, അന്ന് പണ്ട് കോളേജ് പഠിക്കുമ്പോൾ അവിടെ നിന്ന് കേസുണ്ടായപ്പോ പോലും ഞാൻ താന്നിട്ടില്ല. പോലീസുകാർ വന്ന് നിന്നിട്ടും കോളേജിലുള്ള എല്ലാവരും വന്നിട്ടും സ്റ്റേഷനിൽ പോയിട്ട് പോലും എനിക്ക് വേണ്ടി പോലും ഞാൻ താന്നിട്ടില്ല. ഞാൻ ഈ പിള്ളേർക്ക് വേണ്ടി താന്ന് നാറി ഇറങ്ങിയാണ് വന്നത്. അത് മനസ്സിലാക്കുക. ഞാൻ ഉള്ള കാര്യം പറയാം. ഈ പറയുന്ന സിബി അച്ചും അവരെല്ലാം പ്രശ്നവും സോൾവ് ചെയ്ത് കോംപ്രമൈസ് എന്ന രീതിയിൽ അവരെ റിക്വസ്റ്റ് ചെയ്ത് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഈ പറയുന്ന പോലെ പിള്ളേർ വാങ്ങുന്ന സാധനങ്ങൾ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഈ പറയുന്ന പോലെ ഒരു വീഡിയോ ചെയ്യണം, അത് എൻ്റെ ചാനലിലൂടെ ആയാലും മതി എന്നുള്ള സാധനം മാത്രമാണ് അവർ റിക്വസ്റ്റ് ചെയ്തത്. അതിൽ ഒരു ന്യായക്കേടും തോന്നുന്നില്ല. പിന്നെ ഈ പ്രശ്നം നിങ്ങൾക്ക് എന്നും വലിച്ചു നീട്ടി കൊണ്ടുപോകണം എന്നാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ വേറൊരു കേസ് ഞാൻ പറഞ്ഞില്ലേ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് ആരൊക്കെ വന്നിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, അവരടുത്ത് എല്ലാവരടുത്തും സംസാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ കെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് പോയത്. അത് മനസ്സിലാക്കും. എന്നിട്ട് ഞാൻ ഉണ്ണാകാനായിട്ട് ഇറങ്ങി വന്നു. എൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഗായ്സ്, ഞാൻ മിക്കവാറും ലൈവ് വരും, വിവിയായിട്ടൊരു ലൈവ് വരും. പറ്റുകയാണെങ്കിൽ ഇന്ന് പല്ല് പറിച്ചെടുത്തില്ലെങ്കിൽ വരും ഗായ്സ്. പല്ലൊക്കെ ആകെ മൊത്തം ചളമായിട്ടിരിക്കുകയാണ്. എന്തായാലും പൊങ്കാല ഇടാനുള്ളവന്മാരും തെറി വിളിക്കാനുള്ളവന്മാരൊക്കെ വിളിക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കുന്നതിനേക്കാളും എനിക്ക് എളുപ്പം ഇൻബോക്സിൽ വന്ന് വിളിക്കുന്നതായിരിക്കും. കുറച്ച് എളുപ്പമായിരുന്നു. ഇത് കുറച്ച് പാടാ. അതുകൊണ്ടാണ്. അല്ല, ഞാൻ എല്ലാ കമൻറ്റും കാണുന്നു. രാവിലെ പോലെ ഇരുന്ന് കമൻറ്റ് വായിക്കുന്നുണ്ട്. കാരണം എനിക്ക് വേറെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, വോട്ടവർ. ഇതുമായി നിങ്ങൾ പിള്ളേർ മുന്നോട്ട് പോകുന്നവർ പോകാം, പോകാത്തവർക്ക് പോകണ്ട, നിങ്ങളുടെയൊക്കെ ഇഷ്ടം. ഞാൻ ഇന്നലെ പ്രശ്നം സോൾവ് ചെയ്യാൻ പോയി, അവരും സമ്മതിച്ചതാ 100ക്ക് 110%. അവസാനം നാറി ഇറങ്ങി വരേണ്ട അവസ്ഥ എനിക്കുണ്ടായി. പ്രശ്നം സോൾവ് ചെയ്യാൻ പോയി ഞാൻ മൂഞ്ചി തെറ്റി തിരിച്ചു വന്നു. അതാണ് സത്യം, അല്ലേ? എന്തായാലും കൊള്ളാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇനിയും അവരെന്ത് ചെയ്യാനാ? പിന്നെ അല്ലാണ്ട്. പിന്നെ വേറൊരു കേസ് പറയാം. എനിക്ക് സീക്രട്ടായിട്ട് കിട്ടിയിട്ടുള്ള അടിയിൽ കൂടി കിട്ടിയിട്ടുള്ള ന്യൂസുകൾ ശരിയാണെങ്കിൽ, എനിക്കറിയില്ല, വേറെ ബൊട്ടീക്കുകൾ ഇവർക്കെതിരെ ഈ അവസരം മുതലാക്കുന്നു എന്നെനിക്കൊരു റൂമർ കിട്ടിയിട്ടുണ്ട്. അതിലെനിക്ക് എവിഡൻസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. റൂമറുകളാണ്. അതൊക്കെ തുടർന്ന് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാനും അനുവദിക്കത്തില്ല. മനസ്സിലായ? അവരുടെ സൈഡിൽ നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പരിഹരിക്കാന്ന് പറഞ്ഞു. പക്ഷെ വാശി പുറത്താണ് നിങ്ങൾക്ക് നേടിയ വാശി പുറത്ത്. പിന്നെ പൊതുവേദിയൊക്കെ ഒരുക്കി കളക്ടറൊക്കെ വിളിച്ചിരുത്തി നേദിക്കാനാണെങ്കിൽ ആയിക്കോ, എനിക്കൊന്നും പറയല്ല. അങ്ങനെയൊക്കെ റെഡി ആകുമ്പോ ഈ ഇരുന്നവരൊക്കെ എനിക്കൊരു മെസ്സേജ് ആയി, ഞാനൊന്ന് അറിയട്ടെ ഈ പറഞ്ഞത്. ഫ്രണ്ട് സീറ്റ് വന്നിരിക്കുക. അല്ല, ഞാനിപ്പോ എന്തോ പറയേ, എല്ലാം കൂടി കിടന്ന് വേരവി മതി. അല്ല, എന്താ പറയാ, അല്ലേടേ? എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ വൈകിട്ടായിരിക്കും, ഭാഗ്യം ഉണ്ടാക്കി. എന്തായാലും പിള്ളേരെ, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാം. സോൾവ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യും. ഞാൻ ഇനി ഇതിൻ്റെ ഇടയിൽ ഇടപെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യമുണ്ട് ഈ ഒരു കേസിൽ. ഇനി നാളെ വയ്യ. ഉറപ്പെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഒരു കൈ നോക്കാം ഗൈസ്. എന്നാലും അവിടെ ഒരു ഡൗട്ടുണ്ട്. നാറി, അതുകൊണ്ടാണ് പറഞ്ഞത്.
അപ്പോൾ ശരി ഗായ്സ്, വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാറില്ല, നിയമമായിരിക്കണം. അതുകൊണ്ടാണ് ഒതുക്കിയിട്ട് 10 പറഞ്ഞിട്ട് പോകാമെന്ന് ചോദിച്ചത്. അപ്പോൾ ശരി, ഇനി ലേറ്റ് ആണ്, 5:30 അവിടെ എത്തേണ്ടത്, 5:15. ഓക്കെ, ബൈ ഗായ്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും ഇതിലും പൊങ്കാല വരും, എനിക്കറിയാം, പ്രതീക്ഷിക്കുന്നു, നല്ലോണം പ്രതീക്ഷിക്കുന്നു. വിടത്തില്ല, എൻ്റെ പൊങ്കാലയെല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടേ പോവും. ബൈ. എന്തായാലും അച്ചു ചേച്ചിയും സിബിച്ചേട്ടനും മോനും ഒക്കെ അവരുടേതായ രീതിയിൽ അവരിനി ജീവിക്കട്ടെ. അവർ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞില്ലേടേ, പറ്റിയ തെറ്റുകളെല്ലാം തിരുത്താമെന്ന് പറഞ്ഞില്ലേ? ഇനി അവരതിൻ്റെ അപ്പുറം എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന, ചിലവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും നശിച്ചു പോകണം, അവരെ സ്ഥാപനം മുന്നോട്ട് പാടില്ല. എനിക്കത് താല്പര്യമില്ല, സീരിയസ്ലി പറയാം. വേറെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെൺകുട്ടികളടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞല്ലോ മോശം അനുഭവത്തിൻ്റെ കേസ്. അവർക്കും വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല, അവർക്ക് ലീഗലായിട്ടൊന്നും ഇതിൻ്റെ പിന്നാലെ പോകാനൊന്നും വയ്യ. ഈ പറഞ്ഞതുപോലെ അവർക്കും പെൺകുട്ടികൾക്ക് ഫോണും കാര്യങ്ങളും കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയാണ്. എല്ലാവരും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ഇതിൽ കെട്ടിയെടുത്തത്. ഇനി അവർ ജീവിക്കട്ടെ, വിടടേ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, കേസും കോലാണ്ടിയായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന താല്പര്യമുള്ളവർ പൊക്കോ, എനിക്കൊന്നും പറയാനില്ല. ശരി, നമുക്ക് കാണാം. എന്തായാലും പൊങ്കാലകൾ പ്രതീക്ഷിക്കുന്നു, അതിനുശേഷം ബാക്കി കാണാം. ബൈ.